ഇമ്മറാജി മൂരാജി അഞ്ചന ഞങ്ങൾ തോൽപ്പിച്ചു ഹനീഫാനെ കാണാനില്ല അഞ്ചന നിർത്തി തോറ്റിയില്ലേ അന്ന് ഞങ്ങൾ കണ്ടോളാം കണ്ടോ നോക്കിനെ കണ്ടോ അത്തിപ്പൊത്തിനെ നത്തിനെ പോലെ കൈകാര്യം ഓലെ എല്ലാ നായ്ക്കളും കോടലും പണ്ടും ഞാൻ പുറത്തു മേടിച്ചു. ഇതിനൊക്കെ കാരണക്കാരാണ് കേട്ടോ. അത് ഞാൻ തപ്പ കാട്ടിന് ആപ്പ തോറ്റിട്ടല്ലേ, അത് എല്ലാ വാർഡിലുള്ളതാണ്. അതിനെന്തിനാ നിങ്ങൾ അവിടെ പോയി ഒച്ചപ്പാടുണ്ടാക്കണേ? ഓരോ പൊട്ടിച്ചാണ് പൊയ്ക്കോളല്ലോ. പൊട്ടിച്ചതൊക്കെ ഓലെ പെരാളിൽ പോയി പൊട്ടിച്ചോട്ടെ. ഇമ്രാജിന്റെ പെരയിലൊന്ന് പൊട്ടിച്ചാലേ ഒരാൺകുട്ടികളും ഈ ലോകത്തില്ല. ഇപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കി അത് 2 ദിവസം ഉണ്ടാവുമല്ലോ പൊട്ടിച്ചല്. എത്ര ആൾക്കാരുണ്ട്, ഓരോരുത്തേക്ക് മണ്ടി ചെല്ലാൻ പറ്റുമോ? നിങ്ങൾ അകത്ത് പോയിരുന്നാണ്. ഇജില്ലേ ഔത്തി ഇരുത്തണ്ട. ഇജന്റെ പെണ്ണുങ്ങളൊന്നു വിളിച്ചേ. ഓളെ അമ്മയാണ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. പറഞ്ഞയച്ച ആൾക്കാരാണ് ഈ തമ്മാടിത്തരം ഇവിടെ ഒന്ന് ജയിച്ചിട്ടത്. ഇജ് പെട്ടെന്ന് ഓളെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടോ? ഹലോ, ദത്തിനെ സൂറാബിജി നോലോച്ചിന് കാര്യം എന്താച്ചാ പറയാ. അങ്ങനൊക്കെ ഉണ്ടായോ? ഇന്നലെ വൈകുന്നേരോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്ന് പീടിയന്റെ അടുക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ ഉപ്പാനോടൊന്ന് പറയട്ടെ. എന്നാല് ഇനി ഇജ്ജിങ്ങനെ ബേജാറായി നിക്കൊന്നും വേണ്ട. എന്നാ വെച്ചാളാ. നോക്കി മനസ്സാ, സൂറാബിയ വിളിച്ചിട്ടുണ്ട്. ഓളെ പെണ്ണുട്ടിനെ അമ്മോസനും ഓനും കൂടി കൊടുന്നാക്കിക്കണു. എന്തിനാ കൊടുന്നാക്കിക്കണ്ടത്? പെണ്ണിനോട് അമ്മോസൻ പറയാണത്രേ, ഇനി ജന്റെ പെരിയിൽ നിന്നജ്ജ് ഇവിടെ നിക്കണ്ടെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഓല് രണ്ടാളും വന്നിക്കാണ്ടേ അവിടെ ആക്കി പോയിത്തറേ. സൂറാബി അപ്പോ വലിയ കാര്യത്തിലൊന്നും എടുത്തിട്ടില്ല. പിന്നെ പെണ്ണിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോ ഓക്ക് അത് പന്തികേട് തോന്നിയത്. അപ്പോൾ അമ്മക്ക് വിളിച്ചതാണ്. എന്താ സംഗതി എന്നൊന്നും സൂറാബി എന്നോട് പറഞ്ഞില്ലേ? ഒരു പെരയിലിരിക്കണ പെണ്ണിനെ ഇവിടെ കൊടുന്നാക്കുമ്പോ എന്തേലും ഒന്നും ഇല്ലാതെ പോലിപ്പോ മാപ്പളിയും അമ്മോസനും കൊടുന്നാക്കൊന്നുമില്ലല്ലോ. സംഗതി ഇപ്പൊ നമ്മളെ പെണ്ണുട്ടിന്റെ അമ്മോസന്റെ അഞ്ചനുണ്ടല്ലോ, ഓനാണല്ലോ ഇപ്പൊ ഈ വാർഡില് മത്സരിച്ചിന് നമ്മളെ അബ്ബാസും. അപ്പൊ നമ്മളെ അബ്ബാസ് ജയിച്ചും ചെയ്തു, ഓളെ അളാപ്പ തോറ്റും ചെയ്തു. അതാണ് ഇത്ര കാരണം. അതിനിപ്പോ മരോളെ കൊടുന്നാക്കേണ്ട ആവശ്യമുണ്ടോ ഫീസു? ഒരാള് എന്തായാലും ഇപ്പൊ ഈ എലസന് ജയിച്ചു, ഒരാൾ തോൽക്കും ജയിച്ചു. അത് സർവ്വസാധാരണ അല്ലേ? അന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അബ്ബാസിനോട് അതിന് നിക്കണ്ടാന്ന്. ഓലെ നമ്മളെ ബന്ധക്കാരല്ലേ, അപ്പൊ ഓലായിട്ട് നമ്മള് മത്സരിച്ചാ നിന്നാ അത് കുടുംബം തെറ്റാ. അതന്നെ കാരണം. അപ്പൊ ഓൻ പറഞ്ഞു പാർട്ടിക്കാര് പറഞ്ഞാലേ നിക്കാതിരിക്കാൻ പറ്റൂല. ഇപ്പൊ ഇനി ഇങ്ങനെ കായില്ല, ഇനി എന്താ കാട്ടുക? പറയേണ്ടത് ജയിച്ചലും തോൽക്കലൊക്കെ സർവ്വസാധാരണയാണ്. അതിന് കുടുംബം തെറ്റി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എലസം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അത് വരെയുള്ളവർ ആരുണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കലാണ് വേണ്ടത്. ജയിച്ചിട്ടേ നമ്മളെ അബ്ബാസും കൂട്ടക്കാരും ചെന്നിക്കാണ്ട് അവിടെ കാട്ടിയത് എന്തൊക്കെയാന്ന് അറിയങ്ങള്. ഓലെ പേരന്റെ മുന്നിൽ ചെന്നിക്കാണ്ട് പടക്കം പൊട്ടിച്ചിട്ടും അതും ഇതും വിളിച്ചറിഞ്ഞിട്ടും. അല്ലെങ്കിലും അതൊക്കെ ചെല്ലാൻ പാടുണ്ടോ? അബ്ബാസ് ആലോചിച്ചേണ്ട അത് നമ്മളെ ബന്ധക്കാരാന്നുള്ളത്. പടക്കം പൊട്ടിച്ചാലും വിളിച്ചാർത്തിലൊക്കെ ഓലെ പേരന്റെ മുന്നിൽ കൊണ്ടുപോയിക്കാണ്ടായിക്കണോ? അബ്ബാസ് എന്നാ തീരെ ബുദ്ധി ഇല്ലാതായോ? ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവണമെന്നാവോ? ഇവിടെ അമ്മോസനാണെങ്കിൽ ഒരു കൊരന സ്വഭാവമാണ്. എന്താണ് പറഞ്ഞാലും കേൾക്കൂലായി. നിങ്ങളേതായാലും ഇവിടെ ഈ ഇരിക്കല്ലേ, നിങ്ങളെ സൂറാബിന്റെ അറ്റം പോയിക്കാണ്ട് പോരി. എന്നാ എല്ലാ വിവരങ്ങളും അറിഞ്ഞിക്കാണ്ട് പോന്നാലൊരു സമാധാന മനസ്സിന്. എന്താ ഇവിടെ ഉണ്ടായത്? അതെ, കുറച്ച് ചേക്കന്മാരുണ്ട് വന്നിക്കാണ്ടേ പടക്കാണ്ട് പൊട്ടിച്ചിക്കാണ്ടേ ഭയങ്കര തെറി. മരിച്ചുപോയ ബാപ്പാനടക്കം തെറി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ ഓല് വിചാരിച്ചേക്കണ്ടേ? ഒരു ഗുണ്ടിന്റെ തായരിക്കണ്ട് എറിഞ്ഞേക്കണു. ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുമോനെ പൂടിച്ചതോട് നിന്നതാണ് തന്നെ. അല്ലെങ്കിൽ ഞാൻ ഒക്കെ വെടി വെച്ച് കൊന്നിനു. ഓല് ജയിച്ചെന്ന് വെച്ചിട്ട് ഇങ്ങനെ തമ്മാടിത്തരം ചെയ്യാൻ പാടുണ്ടോ? നമ്മള് എത്ര കാലം ഇവിടെ ജയിച്ചതാ? ഇങ്ങനെ എവിടെങ്കിലും പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേക്കണം. കാക്ക, ഇന്റെ പേരിൽ ഒരു നല്ലോണം തമ്മാടിത്തരം ചെയ്തേക്കണു. ഞാൻ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണ്, തോറ്റാൻ പറ്റും പോലെ ഇത് കാട്ടുന്ന എനിക്കറിയാം. എന്തിനാണ് എന്റെ കാരണവലെ പേരിൽ ഇവിടെ വന്ന് കണ്ട് വലുത് ചെയ്തേക്കണ്ട്?
അതാണ് നമുക്കൊരു പിടുത്തം കിട്ടാത്തത്. ഞാൻ നിന്റെ കുട്ടികളെ അവിടെ കൊണ്ടുപോയാക്കിയിരുന്നു. എനിക്കറിയാം ഇവര് ലക്കും ലേതാനും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരാണെന്ന്. അന്ന് പ്രത്യേകിച്ചുണ്ടാവും, നല്ല മോന്തിട്ടുണ്ടാവും. അതാണ് അമ്മാരത്തെ തമാടിത്തരം ചെയ്തിട്ടുണ്ട്. അല്ല, ആ ചെക്കന്മാരിവിടെ വന്നപ്പോ സ്ഥാനാർത്ഥി അബ്ബാസും ഒപ്പം ഉണ്ടായിരുന്നോ? ഓൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഒന്നായിട്ട് ഭയങ്കര പുകല്ലേനോ? ഓൻ ഉണ്ടെങ്കിൽ തന്നെ ആണ് മാറി നിന്നിട്ടുണ്ടാവും. അബ്ബാസേ, അങ്ങാടിയില് പൊട്ടിച്ച് എല്ലാ പേരന്റെ മുന്നിലും ഓം സജീവായിട്ടുണ്ട്. ഞമ്മളെ പേരേക്കണ് വന്നപ്പോഴേ ഓം മാറി നിന്നതാണ്. ആ കോളനിയിൽ നമ്മൾ എത്ര പൈസ വാരി എറിഞ്ഞു. ഒറ്റ കുട്ടി നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല. ആ ബൂത്തിലാണ് നമുക്ക് പറ്റ വോട്ട് കമ്മിയായിട്ടുണ്ട്. കേശ്, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വാരി എറിഞ്ഞു എന്നല്ലാതെ ഒരു കാര്യം കിട്ടിയില്ല. ഞമ്മളെ വോട്ട് മുഴുവൻ ഇവിടെ വെക്കുന്നുണ്ട് അറിയാം. മൂന്നാം കക്ഷിക്കാ വെക്കുന്നുണ്ട്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പൈസയും പോയി, മാനും പോയി. ഇജിക്കുറി ജയിച്ചുകാണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പോയതൊക്കെ പഞ്ചായത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചാന്ന് വിചാരിച്ചിന് ഞാൻ. ഇപ്പൊ അതും ഇല്ലാതായി. ആചാരെ, നമ്മള് മാനം കെട്ടിട്ടൊന്നുമില്ല. നിങ്ങളൊരു തീരുമാനം എടുത്തില്ലേ, മരുവോളം അവിടെ കൊണ്ടാക്കിയത്? അത് മതി. ഇനി ഓലൊരു പാഠം പഠിക്കും. അല്ലാ, സമയം ഒരു പാടായിക്കോളൂ. വർത്താനം പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്നാ പോവാണ്. നമുക്ക് പിന്നെ കാണാം. കാക്ക, നിങ്ങൾ ആ കോളനിയിൽ കൊടുക്കാൻ ഏൽപ്പിച്ച പൈസ അല്ലേ, അത് ഇയാളല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട്? അയാൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പിന്നെ റിസൾട്ട് അറിഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ പടക്കം പൊട്ടിച്ച് നന്നായി. അനീപ്പാനെ പേരൊക്കെ ഒന്നാണ് കുലുങ്ങി. അവനക്ക് കുറച്ച് തണ്ടുണ്ടായിരുന്നു, അതാണ് തീർന്നിട്ടി. അയാൾ കാരണം ഉമ്മറാജിനോട് പൊട്ടിച്ചതേ കുറച്ച് കുറഞ്ഞു. അത് നല്ലോണം ദമ്മില് മോണ്ടീനേ. അനക്കിപ്പോ ആ പടക്കൊന്നും പോരല്ലേ. 10,25,000 പടക്കം പൊട്ടിക്കണമെന്ന്. ഈ ബാക്കി നമുക്ക് സത്യപ്രതിജ്ഞ അന്ന് പൊട്ടിച്ച നല്ല ദമ്മില് ഒരു കമ്മിയും വരുത്തണ്ട. അബ്ബാസേ, ഈ ജയിച്ചിട്ട് എനിക്ക് ഒരു പാട്ട് എഴുതിയിരുന്നു. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടാ. ഓയ് തന്തയാണ്, നിങ്ങൾക്ക് ഇനി പാട്ട് ഇതിന് പൈസ വേണോ? അത് നമ്മളെ പാർട്ടിക്ക് വേണ്ടി ചെയ്തല്ലേ. അബ്ബാസ, നമ്മള് ജയിച്ചു കഴിഞ്ഞാലേ വയസ്സന്മാരെ ടൂറ് പോവാന്ന് പറഞ്ഞല്ലോ. അതിപ്പോ എന്തായി? കൊണ്ടുപോകുമ്പോഴേ മൂപ്പരെയും കൊണ്ടുപോട്ടാ. എന്നാ പാട്ടാടിന് പൈസ കൊടുക്കണ്ടല്ലോ. വയസ്സന്മാരിത് കൂടുതൽ എന്നെ പെടുത്തട്ടാ. ഞാൻ വയസ്സനൊന്നല്ല, ഞാൻ ചെറുപ്പക്കാരനാണ്. സംസോ അംസാക്കാനൊന്നും വയസ്സന്മാരതി കൂട്ടണ്ട. ആളിപ്പോ നൃത്തം നോക്കേ കളങ്കാവല്ല മമ്മൂട്ടിയാ സിഗരറ്റ് അടിച്ചിക്കണില്ലേ, അതേമാതിരി ഉണ്ട്. പിന്നെ ടൂർ നമുക്ക് 21-ാം തീയതി അധികാരത്തിൽ കയറ്റേ, അതിനുശേഷം പോവാ. ചെറുപ്പക്കാരുണ്ടായിക്കോട്ടെ, വയസ്സന്മാരെ മാത്രമാക്കണ്ട. അപ്പൊ വണ്ടിയൊക്കെ സംശയങ്ങൾ എല്ലാരും കൂടി ബുക്ക് ചെയ്താൽ എത്ര വാണച്ചാല് വണ്ടി നമ്മക്കേ സിറ്റി ടൂറിനെ ഏൽപ്പിച്ച. അബ്ബാസ ഒന്നുടന്നാ. അബ്ബാസേ, ജയിക്കോ ചെയ്തേക്കണേ. പക്ഷെ വ്യക്തിഗത അതത്ര നല്ലതല്ല കേട്ടോ. ഈ എല്ലാം ചെയ്യണം, അതിന്റെ കൂടെയുള്ള ആളുകളാ ചെയ്യുന്നത്. ആരെ ഈ പ്രശ്നങ്ങളോട് പറഞ്ഞത്? ആളൊന്നും ഞാൻ പറയില്ല. നമ്മളെ മഹലിൽ ഓരോ വ്യക്തിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല നാസറാക്ക. അത് ഈ ആഹ്ലാദ പ്രകടനത്തിലേ ആരെങ്കിലും ചെക്കന്മാർ ചെയ്തതേ കാരം. അതിലേ എനിക്കറിയിക്കാരം അതിൽ ഏറ്റവും വലിയ ചണ്ടിത്തരം ഉമ്മറാജിനോട് ചെയ്തതാ. ഒന്നുമില്ലെങ്കിലേ നിങ്ങൾ തമ്മിൽ കെട്ടുബന്ധം നടന്നാണ്. അതെങ്കിലും വെച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് ഞാൻ ചെയ്യിച്ചതൊന്നും അല്ല, ചെക്കന്മാർ ആ സന്തോഷത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. അയാളെന്നെ വിളിച്ചിരുന്നു, അയാളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടെന്നൊക്കെ പറയണത്. അതൊക്കെ കേസറ്റാവുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ പ്രശ്നം കൂട്ടോ. പിന്നെ അതുമല്ല, അതിന്റെ പെങ്ങളെ കുട്ടീനോടെ കൊണ്ടായിക്കണല്ലോ. അതിന് കൊണ്ടുവരണമെന്നൊന്ന് തീരുമാനിച്ചെന്നാ മൂപ്പര് പറയണത്. നാസറാക്ക, ഈ കാര്യത്തിലേ ഇപ്പൊ എന്തേലും നമ്മളോട് പറഞ്ഞോ? മൂപ്പരോട് കുറെ വർത്താൻ പറഞ്ഞു. ഇജ്ജ് മത്സരിച്ചത് ഇപ്പാക്ക് തീരെ രക്ഷപ്പെട്ടിട്ടില്ല. നാസറാക്ക, എനിക്കും സ്ഥാനാർത്ഥി അയക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പാർട്ടി പറഞ്ഞപ്പോ ഞാൻ നിന്നാണ്. പിന്നെ ഇപ്പൊ ഈ വാർഡിൽ എന്റെ പാർട്ടി ജയിക്കലെന്നല്ല, ഇതിപ്പോ എന്തേ ഒരു ഭാഗ്യത്തിനാണ് ജയിച്ചതാണ്. അപ്പൊ ചെക്കന്മാർ കുറച്ച് ആവേശം കൂടിയതാണ്, അല്ലാതെ വേറൊരു പ്രശ്നമൊന്നും ഇപ്പൊ അവിടെ ഇല്ല. വലൈക്കും സലാം. എവിടെന്നാ വരുന്നോ? പൊന്നാര മമ്മൂട്ടിയാ, മോളോടുന്ന് വരികയാണ്. ഇത് മോളത്തിൽ പോയിരുന്നു. എന്റെ പോലെ പരിപാടി ഉണ്ടായിരുന്നോ? പരിപാടിയൊന്നും ഇല്ലടാ, പറയുകയാണെങ്കിൽ വലിയൊരു വിഷമമുള്ള കാര്യമാണ്. മോള് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. മോളെ അവിടെ കൊടുന്നാക്കിക്കോ. കൊടുന്നാക്കേ? ഓളം മഴയോടുക്കല്ലേ കെട്ടിച്ചിന്ന്? ഇമ്മറാജിന്റെ ചെക്കൻ തന്നെയാണ് ഓലെ കല്യാണം കഴിച്ചിട്ടുണ്ടത്. ഓലേ കല്യാണത്തിന്റെ സമയത്ത് പ്രേമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് നടന്നിട്ടത്. അന്ന് തന്നെ ഇമ്മറാജിക്കും കുടുംബത്തിനും വലിയ തീർപ്പിതൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പോ ചെക്കനും പറ്റാതായ? അല്ലെങ്കിൽ ഈ പ്രേമ കല്യാണമൊക്കെ അങ്ങനെ തന്നെ. ആ ഒടുവിനെ ആണ്ടും കൊണ്ട് ആലാണ് സാധാരണ പതിവ്. ആ ചെക്കന് കുഴപ്പമൊന്നുമില്ലടാ, ഇത് ഈ തെരഞ്ഞെടുപ്പ് വാസിയാണ്. ഇന്റെ ചെക്കനും ഉമ്മറാജിന്റെ അന്തോനും കൂടെ അല്ലെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി. എന്റെ ചെക്കൻ ജയിച്ചും ചെയ്തു, ഉമ്മറാജിന്റെ അന്തോൻ തോറ്റല്ലോ. ആ കാരണത്തിനാണ് പട കൊണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി പറയാൻ പറ്റിയ സംഗതി ഒന്നും അല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണത്താൽ ആ പെണ്ണ് കൊടുന്നാക്കിന്നു. വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. പറഞ്ഞാക്ക അയാളെ സ്വഭാവമൊക്കെ മോശമാണ്. അയാളെ സ്വഭാവം പറയാ നല്ലത്. എന്റെ പേരെക്കൂട്ടി അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ചെക്കനാണ് ഒരു പാവാണ്.
ഓന് തന്ത പറഞ്ഞ് കേട്ടുകാണ്ട് ഇങ്ങനെ നടക്കുള്ളൂ. ഓൻ്റെ അടുത്ത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഇയാൾ കൊടുത്തിട്ടാണ് ഓൻ്റെ കാര്യങ്ങൾ നടന്നു പോകേണ്ടത്. അതുകൊണ്ടാണ് ഓ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടത്. ഓണിന് പണിക്കുപോയി ചെയ്തല്ലോ. ആ അടക്കാർക്കാരപ്പം തേങ്ങലരപ്പം മുട്ടിലിക്കാൻ ഇടക്കലാണല്ലോ. പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അത്യാവശ്യം ഉണ്ടല്ലോ വാപ്പാന്റെ അടുത്ത്. വാപ്പാരുടെ അടുത്ത് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മൈമുട്ടിയെ. അവനാൻ്റെ അടുത്ത് എന്തെങ്കിലും ചിക്കിളി വേണം, എന്നാലൊരു പെണ്ണിനെ പോറ്റാൻ കഴിയുള്ളൂ. എന്നാ അങ്ങനെയാണേ നമ്മക്ക് അയാളൊന്ന് കണ്ടുകാണ്ടേ കാര്യങ്ങളൊന്ന് പണം സംസാരിച്ചൂടെ? അതിപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞാൽ ശരിയാവുമെന്ന് വെച്ച് തോന്നുന്നില്ല. അയാൾ പള്ളി കമ്മിറ്റിയൊക്കെ വിളിച്ചിക്കാണ്ടേ ബന്ധം ഒഴിവാക്കണം എന്നുള്ള തീരുമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ എടുത്താ പുറത്ത് തീരുമാനിച്ചതാ ഈ കാര്യം. ഒരു പെൺകുട്ടിയുടെ കഞ്ഞിയുടെ കാര്യമല്ലേ? എന്താ അവർക്ക് പിരാന്താ? അത് അങ്ങനെ പറ്റൂല. അമ്മക്ക് കൂടിക്കാണ്ടേ കാര്യങ്ങൾ സംസാരിക്കണം. എന്നാൽ അങ്ങനെയാണെങ്കിലേ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഞാൻ എൻ്റെ അളിയാനും കൂടി കൂട്ടിക്കാട്ടെ. നമുക്ക് മൂന്നാൾ കൂടി പോയിക്കാണ്ടേ വർത്താനം പറഞ്ഞു നോക്കാം. പെൺകുട്ടി ഇപ്പം നമ്മളതല്ലേ, നമുക്ക് താന്ന് കൂന്ന് പറയടാ. ആയിക്കോട്ടെ, എന്നാ എപ്പോഴാച്ചി പറയണ്ടേ ഈ കാര്യത്തിൽ? ഞാനേ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും പോകാൻ കേട്ടാ. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. പെരേക്ക് വിളിച്ചാതെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ ഒരു കാര്യം ചോദിച്ചറിയാനേ. നിങ്ങൾ ഫോൺ ചെയ്തിക്കാണ്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അത്ത കാക്ക കാട്ടുക പല തീരുമാനല്ലേ? അതിപ്പോ എനിക്കറിയാം, എന്നാലും എനക്കൊരു തീരുമാനമല്ല. ഇതല്ല അവളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിന് കാക്ക എനിക്ക് ഓളോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ഇപ്പാന്റെ കീഴിലല്ലേ നിക്കണേ. ഇന്ത്യക്ക് 5 പൈസ ഇല്ലല്ലോ. ഇപ്പൊ പറഞ്ഞ പിന്നെ കേക്കാതിരിക്കാൻ പറ്റുമോ? എടാ 2 കുഞ്ഞീച്ചി കുട്ടികളാണ്, അതും പെൺകുട്ടികള്. എന്റെ ഇപ്പൊ എന്താ അതൊന്നും ആലോചിച്ചാത്തത്? ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു കുടുംബം ഇല്ലാതാക്കണോ? രാഷ്ട്രീയം തന്നെയാണ് കാരണം. അതിപ്പോ ഇങ്ങനെ ഊക്കൂടാൻ കാരണം ഈ എളാപ്പാന്റെ ആ തോൽവി. പിന്നെ അവിടെ വന്നിക്കാണ്ട് ആ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിരി കയറ്റ ഞങ്ങളാ കുടുംബക്കാരുണ്ടല്ലോ, മൂപ്പർ അങ്ങനെ പന പിരി കയറ്റും. അതൊക്കെ ഇതിന് കാരണം ഉണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ കാരണം. ഞാൻ ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞതേ ഞാനും ഓളെ വല്യപ്പും കൂടിയേ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. ഇതിപ്പോ അങ്ങനെയാണ് വിട്ടാ പറ്റൂലല്ലോ. എന്താ കാര്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് തീരുമാനിച്ചണല്ലോ. ഇത് ഇപ്പാനോടൊന്നും പറയോണ്ടിട്ടാ. എന്താ എന്റെ അഭിപ്രായം അതിനെ കുറിച്ച്? എനിക്കെത്താ അതില് അഭിപ്രായം പറയാക്കാം. ഞാൻ ഓള് പോയിനാസേ സ്ഥിരം വിളിച്ചിട്ടുണ്ട് ഓക്കും കുട്ടിയാക്കും. ഞാൻ ഓളോട് എല്ലാ കാര്യം ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ഓള് പറഞ്ഞതേ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, കാക്ക എനിക്ക് എന്നും വിളിക്കലുണ്ട് എന്നൊക്കെയാണ്. ഇനിയിപ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് വന്നിക്കാണ്ട് ഇതൊരു തീരുമാനമായിക്കാണ്ട് ഓളെ കൊണ്ടുവരാന്ന് പറഞ്ഞാലേ ഇജോട് കൊണ്ടുപോല ഓളെ? ഇപ്പൊ സമ്മതിച്ചാണെങ്കിൽ ഞാൻ ഓളെ അപ്പൊ തന്നെ കൊണ്ടുപോകും. ഇപ്പൊ ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതിപ്പോ ഞങ്ങൾ വന്ന് സംസാരിച്ചാലേ ഇപ്പൊ സമ്മതിച്ചൊക്കെ ചെയ്യും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. സാവിത്രി, സാവിത്രി ഇവിടെ പോയി കിടക്കവളി വായിൽ തുറന്നിട്ടിട്ട് ഒരു ഉത്തരവാദിത്വമില്ല. തെണ്ടി തിരിഞ്ഞ് നടക്കും രാവിലെ. സാവിത്രിയെ, മനുഷ്യ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങ. സാവിത്രി, സാവിത്രി, എന്താ നിങ്ങക്ക് വേണ്ടത്? എവിടെ പോയി കിടക്കയ്യ്? ഈ വാലൊക്കെ തുറന്നിട്ടിട്ട് ആരെങ്കിലും ഉള്ളിൽ കയറി അറിയോ? കള്ളന്മാരെ ശല്യമുള്ള അപ്പോ എത്ര പ്രാവശ്യം എന്നോട് പറയണേ അത്? ഞാൻ ആ സൂറാബിന്റെ വീട് വരെ ഒന്ന് പോയതാ. ഓളെ മോളെ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയാണ്. എന്തൊക്കെ പ്രശ്നമായിട്ട്. നേരം വെളുത്താ എനിക്ക് അയലൊക്കത്തെ 10 വീട്ടിലെ കാര്യം അറിയാൻ ഞാൻ എനിക്ക് ഉറക്കു വരൂല. ഇവിടുത്തെ ഏതെങ്കിലും കാര്യത്തിന് ശ്രദ്ധ ഉണ്ടോ? മനുഷ്യ ഒരു പെൺകുട്ടിന്റെ കാര്യല്ലേ, അത് അറിഞ്ഞപ്പോ ഒന്ന് പോയി നോക്കിയതാണ്. എന്താ ഇപ്പൊ വലിയ പ്രശ്നം ഇവിടെ കൊണ്ടുവന്നാക്കാന്? എന്താ അറിഞ്ഞ്? ഞാൻ എവിടെങ്കിലും പോയി എന്നാലേ എല്ലാം നിങ്ങൾക്ക് അറിയണം. തൽക്കാല പദ്ധതികൾ അറിയണ്ടട്ടാ. നാലുണ്ട് സാവിത്രിയെ, ഇതൊന്ന് പറയ്, ഞാൻ അറിയട്ടെ. അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കൊണ്ടുവന്നാക്കിയതാ. ആ കുട്ടീന്റെ അവിടെ ഇരുന്ന് അങ്ങനെ കരയാണ്. അതിനിപ്പോ സൂറാബിന്റെ മകളോട് സ്ഥാനാർത്ഥിയായിരുന്നു, രാഷ്ട്രീയം കൊണ്ടൊക്കെ വരാന്നറിയാം. ആ കുട്ടി സ്ഥാനാർത്ഥിയായി നിന്നിട്ടൊന്നുമില്ല. ആ കുട്ടിന്റെ ഭർത്താവിന്റെ എളാപ്പിയും ആ കുട്ടിന്റെ അമ്മോനുമാണ് സ്ഥാനാർത്ഥിയായി നിന്നത്. അതിലിപ്പോ എളാപ്പ തോറ്റുകണ്, ഇവിടെ അമ്മോങ്കാക്ക ജയിച്ചും ചെയ്തു. അതുകൊണ്ടാണ് പല പ്രശ്നം ഉണ്ടായത്. അങ്ങനെ കൊണ്ടുവന്നാക്കിയതാണ്. ഭർത്താവിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് രാഷ്ട്രീയ പ്രശ്നമല്ലേ? 2 ദിവസം കഴിയുമ്പോഴേ ഓല് കൊണ്ടേക്കോളും. എല്ലാരും മര്യാദക്കുന്നോളി. എല്ലാം പറയാ ചവിട്ടിയാണ് മോർച്ചോ. എന്താ ആചാര ഒരു പെരീക്ക് വന്നിട്ട് ഒരു മാന്യമായ രൂപത്തിലല്ല നിങ്ങൾ വർത്താനം പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയ സംസ്കാരം? ഇന്റെ സംസ്കാരം അത്ര തന്നെ ഉള്ളൂ. ഇങ്ങളെ സംസ്കാരം ഞാൻ ഇപ്പൊ കണ്ടല്ലോ. ഇന്ന് എന്റെ അന്തോനെ മാനം കെടുത്താൻ വേണ്ടിട്ട് ഇവിടെ കൊടുത്തിട്ട് പടക്കം പൊട്ടിച്ചത് നിങ്ങള്. ആചാര്യ, ഈ ഇമ്മരത്ത് കൊടുക്കാണ്ട് പടക്കം പൊട്ടിച്ചത് തെറ്റന്നെയാണ്. അത് ഞാൻ എൻ്റെ ചെക്കനോട് ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഓനോട് ചോദിച്ചറിഞ്ഞപ്പോൾ ഓൻ എന്നോട് പറഞ്ഞത് ഓൻ്റെ ചെങ്ങായിമാരൊക്കെ ചെയ്തതാണെന്നാണ്. നമ്മൾ ഈ ബന്ധത്തിൽ ചെന്ന് കണ്ട് ജഡ്ജണ്ടാന്ന് ഞാൻ അവനോട് പല വട്ടം പറഞ്ഞതുമാണ്. ഇപ്പൊ ഈ കുട്ടികൾ ചെയ്തതിനിപ്പോൾ നമ്മൾ എത്താ കാട്ടുക. പിന്നെ ഇപ്പൊ ജയം തോൽവിയൊക്കെ സാധാരണയാണ്.
ഒരാൾ ജയിച്ചും ഒരാൾ തോൽക്കും. അങ്ങനെ തന്നെയല്ല രാഷ്ട്രീയത്തിൽ ഉണ്ടാവലുള്ളൂ. ജയും തോൽവിയൊക്കെ സാധാരണയാണ്. ഞങ്ങൾ ഇതുവരെ അവിടെ തോറ്റിട്ടില്ല. നിങ്ങളെ മാനോട് എത്രയോ വട്ടം പറഞ്ഞതാണ് ഇവിടെ നിക്കണ്ടെന്ന്. പിന്നെ നമ്മളെ തോൽപ്പിച്ചാൽ മതി എന്നല്ലോ. ഓനെ സ്ഥാനാർത്ഥിയാക്കിയത് ഞങ്ങളാരുമല്ല, അതൊക്കെ പാർട്ടിന്റെ തീരുമാനമാണ്. ഈ ഒരു കാരണത്താലേ നിങ്ങൾ ആ പെൺകുട്ടീനെ അവിടെ കൊടുന്നാക്കിയില്ല. അതൊരു അന്തസ്സുള്ള കുടുംബത്തിന് പറഞ്ഞ പരിപാടിയാ. അന്തസ്സും തറവാടിത്തൊന്നേ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. ഞങ്ങളെ കുടുംബത്തിനെ പറ്റി എങ്ങനെ നീങ്ങണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടാത്തൊരു മാറാപ്പ് ഞങ്ങളെ തലയിൽ നിങ്ങൾ വെച്ച് കെട്ടി തന്ന അന്ന് തന്നെ. മാറാപ്പും ഗീറാപ്പും ഒന്നും പറയണ്ട. അത് നമ്മൾ സദസ്സിന് പറ്റിയൊരു വാക്കല്ല. എന്റെ കാരണവരെ മോനെ നിക്കായി ഇത് കൊടുന്നാണ്. അന്ന് നിങ്ങൾക്കത് ഉചിതല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാണ്ടാച്ചോടിന്ന ഇയാളെ പേരക്കുട്ടി എന്റെ മോനെ കണ്ണും കയ്യും കാട്ടി വസീകരിച്ചെടുത്തതാണ്. ഇച്ചിപ്പോ വലിയൊരു സംശയമുണ്ട്. എന്റെ മോനെ കൈവശം കൊടുത്ത കുണ്ണച്ചുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് കൈവശം കൊടുക്കുന്ന സംഗതി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങളത്രേ എൻ്റെ മരുവന് സ്വത്ത് മുതലില്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇന്നാരും ഉള്ളീനനുസരിച്ച് ആ പെണ്ണിനെ ഇറക്കി വിട്ടപ്പോൾ പണ്ടും പൈസയൊക്കെ വന്ന് തന്നും ചെയ്തേക്കും. നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിക്കാണ്ട് തെറ്റിലല്ല ആവശ്യം. നിങ്ങളെ മോന് ഒരു 2 പെൺകുട്ടികളാണ്. അത് നല്ല ആ കുട്ടികളെ കൂട്ടി കൊടുന്നാലേ 2 ചിലപ്പോൾ ഹൈറാണ്. ഇതൊക്കെ ഇപ്പോൾ അവിടെ തീരും, രാഷ്ട്രീയവും മറ്റുള്ളതൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം. ഇതൊക്കെ നമുക്കാണ് പറഞ്ഞാൽ തീരാൻ വേണ്ടിയുള്ളൂ. പക്ഷെ ഭർത്താനം പറഞ്ഞേക്കാട് ഏറുകയാണ് ഒരു സംഗതി. ഇവൻ പറഞ്ഞ മാതിരി തന്നെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളെ തീരുമാനം എന്താ വെച്ചാൽ അത് ഇവർക്കാണ് പറഞ്ഞു കൊടുത്താളി. മറാജിക്കേ ഒറ്റ തന്തയാണ്, ഒറ്റ വാക്കുമാണ്. ഇന്റെ മോൻ ഞാൻ പറഞ്ഞതേ കേക്കുള്ളൂ. ആ പെണ്ണിന് ഇങ്ങന്റെ കുടുംബത്തിക്കടി കേട്ടൂല. ആ പേരും പറഞ്ഞ ഒരു കൂട്ടി ഇങ്ങോട്ട് വരണ്ട. അതാണ് ഇമ്രാജിന്റെ തീരുമാനം. ഇനി വേറൊരു തീരുമാനം ഇമ്രാജിക്കില്ല. മുട്ടിയാ പോരാ മോനോ. പൊന്നാര മക്കളെ, പഞ്ചായത്ത് ഇലക്ഷൻ വരും പോവൊക്കെ ചെച്ചു. ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, ഒരു സ്ഥാനാർത്ഥി തോൽക്കും. അതൊക്കെ സർവ്വസാധാരണയാണ്. ആ പേരും പറഞ്ഞിക്കാണ്ട് നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ തെറ്റരുത്. അന്ത്രോണും കാരണവും തെറ്റുക, മരുക്കളെ കൊണ്ടാക്കുക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണ്ട് കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ എന്തായാലും നാളെ നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ ആ കാരണത്തിൽ സമാധാനം പറയേണ്ടി വരും. ജയിച്ചുണ്ടോൽ ജയിച്ചോട്ടെ, പഞ്ചായത്തിൽ ഓര് ഭരിച്ചട്ടെ, തോൽക്കുണ്ടോൽ തോറ്റോട്ടെ. അതിന് സങ്കടപ്പെട്ടിക്കാണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല വേണ്ടത്. നല്ല രീതിയിൽ നമ്മളെ ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തുകാണ്ട് ജീവിച്ച്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.